എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തുളസിയെയാണ്. തുളസി വിവിധ തരത്തിലുണ്ട്. കൃഷ്ണ തുളസി, രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, അങ്ങനെ വിവിധ തരത്തിലുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കാണുന്നത് കൃഷ്ണ തുളസിയാണ്. ലാമിഫേസിയെ ഫാമിലിയിൽ പെടുന്ന ഈ സസ്യം ഓസിമം സാങ്ക്ടം എന്നാണ് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുളസി. ഏകദേശം 1/2 മീറ്റർ തൊട്ട് 1 മീറ്റർ വരെ ഉയരമുണ്ട്. ഇതിൻ്റെ ഇലകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ തണ്ടിന് ഇരുണ്ട നീല നിറമാണ്. കൃഷ്ണ തുളസിക്ക് കുറച്ചുകൂടി കൂടുതൽ നീല നിറമുണ്ട്. ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് കൃഷ്ണ തുളസിക്കാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഗ്രാമ്യ, ദേവദുന്ദുബി എന്നെല്ലാം പറയുന്നുണ്ട്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. ഹിന്ദു ഗ്രഹങ്ങളിലും അതുപോലെ ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം നട്ടുപിടിപ്പിക്കുന്ന ഒരു സസ്യമാണിത്. സ്ത്രീകൾ ഇത് തലയിൽ ചൂടാറുണ്ട്. പേൻശല്യത്തെ ഇല്ലാതാക്കുന്നതിന് ഒരു ഉത്തമ ഔഷധം കൂടിയാണ് തുളസി. തുളസിയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെ പറ്റി ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. തുളസി ഒരു അത്ഭുതമായ ഒരു ദൈവീകമായ ചെടിയായിട്ടാണ് അറിഞ്ഞത്. കാരണം തുളസി ശിരസിലോ ചെവിയിലോ വെക്കുന്നത് തന്നെ അതിൻ്റെ അത്ഭുതമായ ഔഷധം നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്. ഒരു എനർജി കൂടുതലുള്ള, അതായത് എനർജൈറ്റൈസേഷൻ വേണ്ട ഒരു ഔഷധമാണ് ഈ തുളസി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ജലദോഷം, ചുമ, പനി, അതുപോലെ ഈ കഫം ഇങ്ങനെ തൊണ്ടയിൽ വന്ന് ഇളകിയിരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ തുളസിയുടെ വെള്ളം കുടിച്ചാലും മതി. ഈ തുളസിയുടെ സ്വരസം എടുത്തിട്ട് ലേശം തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ചുമയും ശ്വാസം മുട്ടും വളരെയധികം ശമിക്കുന്നതാണ്. പിന്നെ ഈ ജലദോഷം വന്ന് മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ ഈ തുളസി ഇട്ട വെള്ളം അതിൻ്റെ ആവി ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ മൂക്കെല്ലാം തുറന്ന് ശ്വാസഗതി നല്ല രീതിയിലാവും. പിന്നെ തുളസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം വിഷത്തിലാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രാണി കടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ തുളസി അരച്ചിട്ട് വെറുതെ തേച്ചാൽ തന്നെ അപ്പം ശമിക്കുക, അല്ലെങ്കിൽ മഞ്ഞളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ശമിക്കുന്നതാണ്. പിന്നെ ഈ തുളസിയുടെ നീര്, ഈ അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നീരെടുത്ത് കയ്യിലോ എവിടെയാണ് വേണ്ട വെച്ചാൽ പറ്റിക്കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. അതുപോലെ തന്നെ തുളസി വെറുതെ ഒരു 10 ഇല ദിവസേന അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരത്തിന് ഊർജ്ജം നല്ലോണം നൽകും. ഈ സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഒരു ആൻറ്റി സ്ട്രെസ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ തുളസി. ഈ സ്ട്രെസ് അധികമുള്ള ആൾക്കാർക്ക്, എക്സിക്യൂട്ടീവൊക്കെ ആൾക്ക് ദിവസേന 10 തുളസിയുടെ ഇല ചവച്ചിറക്കി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നല്ല ഉന്മേഷത്തോടു കൂടി അവനവൻ്റെ ജോലി കൃത്യമായി വളരെ ഊർജ്ജസ്വലമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. Ah